എവിടെ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം. ആ സ്ഥാനാർത്ഥിയെ ഞാൻ പിന്തുണക്കും. ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ പോലും പിന്തുണയ്ക്കും. അല്ല, അത് ആർക്കാണ് തോൽപ്പി? ഇപ്പൊ BJP എൻ ബ്ലോക്കായിട്ട് 12,000 15,000 വോട്ട് അപ്പുറത്തേക്ക് ചെയ്യാൻ പോവുള്ളൂ. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനൊക്കെ മറികടക്കണ്ടേ? നിലമ്പൂരിലെ വ്യാപാരി വ്യവസായികൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളല്ലേ? PV അൻവർ തന്നെ എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നു. UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പോ അതൃപ്തിയോ ഉണ്ടോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയായത് എനിക്കറിയില്ല. ധാരണയാകുമ്പോൾ പ്രഖ്യാപിക്കുമല്ലോ. പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അതപ്പം നോക്കാം. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് PV അൻവറിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ UDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ? ഇല്ല, മുമ്പുണ്ടായിട്ടില്ല. ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിട്ടില്ല. VS ജോയ്, ആര്യാടൻ ഷൗക്കത്ത് രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൽ ആരാണെങ്കിലും PV അൻവറിന്റെ പിന്തുണ അവർക്കുണ്ടാവും, UDF സ്ഥാനാർത്ഥിക്കുണ്ടാവും. എവിടെ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം. ആ സ്ഥാനാർത്ഥിയെ ഞാൻ പിന്തുണക്കും. ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ പോലും പിന്തുണയ്ക്കും. അല്ല, അത് ആർക്കാണ് തോൽപ്പി? ഇപ്പൊ BJP എൻ ബ്ലോക്കായിട്ട് 12,000 15,000 വോട്ട് അപ്പുറത്തേക്ക് ചെയ്യാൻ പോവുള്ളൂ. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനൊക്കെ മറികടക്കണ്ടേ? നിലമ്പൂരിലെ വ്യാപാരി വ്യവസായികൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളല്ലേ? അപ്പൊ ഇതെല്ലാം നോക്കി ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയോടെ വരണം. അതാണ് എന്റെ ആഗ്രഹം. എന്റെ സംശയം അതല്ല, ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാകില്ല എന്ന് PV അൻവർ കരുതുന്നുണ്ട്. അല്ല, അതൊന്നും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അവർ തീരുമാനിക്കട്ടെ. എന്തിനാ നമ്മൾ തിരക്കൂട്ടുന്നത്? UDFന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും PV അൻവറിന്റെ പിന്തുണ. പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിക്ക് നമ്മൾ പിന്തുണ കൊടുക്കും. പിണറായിസമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രധാന വിഷയം. ഞാളെ രാജിവെച്ചത് ഞാൻ ആരെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല. അപ്പൊ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അപ്പൊ അതിന് നമ്മൾ പിന്തുണക്കും. സ്പെസിഫിക് ആയിട്ട് ചോദിക്കാണ് ആര്യാടൻ ഷൗക്കത്ത്. സ്പെസിഫിക് ആയി ചോദിക്കണ്ട. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ പറയാൻ പറ്റില്ല. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും. എന്തായാലും PV അൻവർ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അതൃപ്തി പ്രകടമാണ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് അദ്ദേഹം എത്തുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കൊരു അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇപ്പോഴും പ്രകടമാണ്.